പ്രൊഫസർ റോണി കെ തോം ബേബി കോൺഗ്രസ് നേതാവ്, ഒപ്പം ഷാജി രാഘവൻ BJP നേതാവ് ഒപ്പം ചേരുന്നുണ്ട്. ആദ്യം പ്രൊഫസർ റോണി കെ ബേബി, അതായത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ നട്ടം തിരിയുകയാണ് നമ്മൾ. അപ്പോൾ ഒരു പ്രായോഗിക ബജറ്റ് എത്ര കണ്ട് എളുപ്പമാണ്? ഈ ഒരു പ്രത്യേക സവിശേഷ സാഹചര്യത്തിലൂടെയാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ വരുമാനവും കൂടുന്നുണ്ട്, ചെലവും കൂടുന്നുണ്ട്, അതിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന കടവും കൂടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചുരുക്കി വേണമെങ്കിൽ കേരള എക്കോണമിയെ വിശേഷിപ്പിക്കാം. നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പോലും 6.5% ഗ്രോത്തിൽ പോകുമ്പോൾ കഴിഞ്ഞ വർഷം കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ GSDP എന്ന് പറയുന്നത് 10%. അത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് ആണ് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച. പക്ഷേ നമുക്കറിയാം, നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി കൂടിക്കൊണ്ടിരിക്കുക. ഇത്ര വരുമാനം നമുക്ക് കൂടുമ്പോഴും നമ്മുടെ പ്രതിസന്ധി കൂടിക്കൊണ്ടിരിക്കുക. അതിന് കാരണം എന്താ? നമ്മുടെ റവന്യൂ ചെലവും അതുപോലെ കൂടുന്നു. അതിന് ആനുപാതികമായിട്ട് ഇവിടെ പുതിയ ഇൻകം ജനറേഷൻ ഉണ്ടാകുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഒരു രാജ്യത്ത് കൂടുതൽ സമ്പദ് വ്യവസ്ഥ വളരണമെങ്കിൽ, കൂടുതൽ വരുമാനം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് മൂലധന ചെലവ് കൂട്ടുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം, കേരളത്തിൽ വരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 10% താഴെയാണ്. സർക്കാർ ചെലവഴിക്കുന്ന പണത്തിന്റെ, അതായത് കഴിഞ്ഞ വർഷത്തെ തന്നെ നമ്മുടെ 1,84,000 കോടിയായിരുന്നു നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ആകെ മൂല്യം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മൂലധന ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെച്ചത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി മാറ്റിവെച്ചത് വെറും 16,000 കോടിയാണ്. അത് 10% താഴെ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാക്കാനോ, കൂടുതൽ സാമ്പത്തിക വളർച്ചയിലേക്ക് നമുക്ക് പോകാനോ, അല്ലെങ്കിൽ ഈ വരുമാനവും ചെലവും തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കത്തക്ക രീതിയിൽ നമുക്ക് കൂടുതൽ സാമ്പത്തിക വളർച്ചയിലേക്ക്. ഇപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രതിസന്ധി നേരിടാനുള്ള നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് നമ്മുടെ കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് സാമ്പത്തിക സ്രോതസ്സുകൾ ഗവൺമെന്റിന്റെ മുമ്പിലുള്ളത്? ഒന്ന് എന്ന് പറയുന്നത് നികുതി വരുമാനം കൂട്ടുക. പക്ഷെ നമുക്കറിയാം, അവിടെയും വലിയ പ്രശ്നമുണ്ട്. കാരണം ഇന്ത്യയിലെ തന്നെ പല മേഖലകളിലും നമ്മൾ നികുതി എന്ന് പറയുന്നത് പല മേഖലകളിൽ ഏറ്റവും കൂടി നിൽക്കുക. നമുക്കറിയാം, മദ്യത്തിന്റെ കാര്യത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് 365% നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തന്നെ നിലവില് മദ്യത്തിന് നമ്മൾ നികുതി ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേരള സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വരുമാന മാർഗങ്ങൾ, 1 മദ്യമാണ്, 2 ലോട്ടറിയാണ്, 3 ഈ പറയുന്ന ഇന്ധന സെസ്സാണ്. പക്ഷെ അതിലൊക്കെ നമുക്ക് ഈടാക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്, കൂട്ടാവുന്നതിന് ഒരു പരിധിയുണ്ട്. മറ്റു മേഖലകളിലൊക്കെ നമുക്ക് ഇനിയും പുതിയ കൂടുതൽ നികുതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഭൂനികുതി ഇനിയും ഓരോ വർഷവും 10% കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഭൂനികുതി. അതിന് ഇനി മുകളിലേക്ക് പോകാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, പറയുന്ന ഈ ബിൽഡിംഗ് പെർമിറ്റിനുള്ള നികുതികൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സർചാർജുകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ വെള്ളക്കരം ഉൾപ്പെടെ നമ്മൾ ചെയ്യാവുന്ന മാക്സിമം സോഴ്സുകളിൽ നിന്ന് നമ്മൾ നികുതി ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ അകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, നമുക്ക് സർക്കാർ വിചാരിച്ചാൽ ഇതിന്റെ അകത്ത് കുറച്ചൊക്കെ ഒരു പരിഹാരം കാണുവാനായിട്ട് സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർക്കാരിന്റെ ഒരു പാഴ്ചെലവുകൾ ഇത് ഇവിടെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് എത്ര ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിലും ഇതിനകത്ത് പൂർണ്ണമായിട്ട് സർക്കാർ വിജയിക്കുന്നില്ല ഈ സർക്കാരിന്റെ പാഴ്ചെലവുകൾ കൺട്രോൾ ചെയ്യാനായിട്ട്. ഒരു ഗുരുതരമായ പ്രശ്നം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇന്ത്യയില് നികുതി പിരിവിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. കാരണം നമുക്ക് ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു സർക്കാർ ഒന്ന് ആത്മപരിശോധന ചെയ്യണം. എന്തുകൊണ്ടാണ് ഇത്രയും നമ്മൾ നികുതി പിരിവില് പിന്നിൽ പോകുന്നത്? കാരണം നമുക്കറിയാം, GSTയുടെ പിരിവിൽ പോലും കേരളത്തിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വെറും 5%. നമുക്ക് ഏറ്റവും അധികം നികുതി ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം GST ആണ്. കാരണം നമുക്ക് ഏതൊക്കെ അതിന്റെ വരുമാനം കിട്ടത്തില്ല, അത് നമ്മൾ കേന്ദ്രത്തിലേക്കാണ് പോകുന്നത് GST. എങ്കിൽ പോലും നമുക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഉദാസീനത പുലർത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആദ്യം GST നടപ്പാക്കിയപ്പോൾ അതിനെ വലിയ ആവേശത്തോടെ പിന്തുണയ്ക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്ത ധനകാര്യമന്ത്രിമാരിൽ ഒരാളെ എന്ന് പറയുന്നത് അന്ന് ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു. പക്ഷേ നമ്മൾ ആ GSTയിലേക്ക് നമ്മുടെ ഒരു നികുതി ഘടന, അതിന്റെ ഉള്ള ഒരു ഉദ്യോഗസ്ഥ സംവിധാനത്തെ നമ്മൾ പുനർവിന്യസിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടതാണോ എന്തോന്നറിയില്ല. ഞാൻ കൃത്യമായി കണക്ക് പറയാം. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും ഓരോ വർഷവും GST
നികുതി പിരിക്കുന്നതിൽ 10%-നും 15%-നും മുകളിൽ ഗ്രോത്ത് കാണിക്കുമ്പോൾ കേരളത്തിന്റെ നികുതി പിരിവ് എന്ന് പറയുന്നത് വെറും 5% മാത്രമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 55%-മാണ് പിന്നെ നമ്മുടെ നികുതി കുടിശ്ശികയുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് ആണ് ഇത്രയും നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുവാനുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. റിസർവ് ബാങ്കിന്റെ തന്നെ കണക്കുകൾ പറയുന്നത് ഏകദേശം 30,000 കോടി രൂപയോളം നികുതി നമ്മൾ ഇപ്പോൾ പിരിച്ച് എടുക്കുവാനായിട്ടുണ്ട്. നമ്മുടെ സർക്കാർ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കണ്ണടച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന മാനവീയം, കേരളീയം, കേരള യാത്ര പോലെയുള്ള പിന്നെ സർക്കാരിന്റെ പരിപാടികൾക്ക് വേണ്ടി അവരിൽ നിന്നൊക്കെ വലിയ സ്പോൺസർഷിപ്പ് മേടിക്കുന്നു. എന്നിട്ട് അവരുടെയൊക്കെ നികുതിയിൽ മേലെ സർക്കാർ കണ്ണടച്ചു കൊടുക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇതിനകത്ത് വളരെ ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം തന്നെ കഴിഞ്ഞ 8 വർഷം കൊണ്ട് കേരളത്തിന്റെ പൊതുകടത്തില് 165% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അത്രയും ഇത് വളരെ ഒരു അപകടകരമായ, നമ്മൾ അടിയന്തരമായി എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ പിന്നെ ഇത് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിന്റെ പിന്നെ സമ്പദ് വ്യവസ്ഥ പോയത്. കാരണം നമ്മൾ കടമെടുത്ത് പിന്നെ മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 2016 നമ്മുടെ പൊതുകടം 1,60,60,000 കോടിയായിരുന്നെങ്കിൽ അത് 2024 4,29,00,000 കോടിയായി. വലിയ കടക്കണിയിലാണ് കേരളം, അത് ശരിയുമാണ്.